മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും വിദേശയാത്ര പോയതിനെ ആക്ഷേപിച്ചും പതിവ് പോലെ പരിഹസിച്ചും കോൺഗ്രസ് BJP നേതാക്കൾ രംഗത്ത് വന്നു. അതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. 2011-16 UDF ഭരണകാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നൽകിയ മറുപടി ആരും മറന്നു പോകരുത്. അന്നത്തെ മന്ത്രിമാർ നടത്തിയ സ്വകാര്യ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ച് വ്യക്തമായി ആ മറുപടിയിൽ പറയുന്നുണ്ട്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് പുറമെ ഔദ്യോഗിക ആവശ്യത്തിന് വിദേശത്ത് പോയതിൻ്റെ കണക്ക് വേറെയുമായിരുന്നു. മന്ത്രിമാരുൾപ്പെടെ സാമൂഹ്യ പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിൽ എന്താണ് തെറ്റ്? എല്ലാ കാലത്തും പലരും ഇങ്ങനെ പോയതല്ലേ? എന്തിനേയും ഏതിനേയും പിണറായി വിരോധമാക്കി മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കുഴൽനാടൻ നടത്തുന്നത്. 1992-94 കോതമംഗലം കോളേജിലെ പ്രീ ഡിഗ്രി പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് DVAR ലഭിച്ച ആളാണ് മാത്യു കുഴൽനാടൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. വാർഷിക വരുമാനം 19 ലക്ഷം മാത്രമുള്ള ഒരാൾ 2 മാസം കൊണ്ട് ലോണ് ഒന്നും എടുക്കാതെ 2 കോടിയുടെ ഫ്ലാറ്റുകൾ വാങ്ങാൻ കഴിവുള്ള ചുരുക്കം ചില്ലറിയോ ഒരാളാണ് മാത്യു കുഴൽനാടനെന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടു. പ്രധാന വരുമാനം കോടതിയിൽ കേസ് വാദിക്കുന്നതിൽ നിന്നാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന മാത്യു കുഴൽനാടൻ വാദിച്ച് ജയിച്ച ഒരു കേസെങ്കിലും ആർക്കെങ്കിലും അറിയാമോ? തോറ്റ കേസുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. കേരളവർമ്മ കോളേജിൽ റീപോളിംഗ് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി. കോടതി ആവശ്യം തള്ളി. പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഭാഗമായി നടത്തുന്ന കരിമണൽ ഖനനം നിർത്തിവെപ്പിക്കാൻ കോടതിയിൽ പോയി. തേഞ്ഞൊട്ടി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി. കോടതി രേഖ ചോദിച്ചപ്പോൾ കൈരേഖ കാണിച്ചു. കോടതി ഓടിച്ചു. ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നതാണ്. അവിടെ പോലും ജയിക്കാതെ ഇയാൾ എങ്ങനെയാണ് സുപ്രീം കോടതി വക്കീലായതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. BJP അഭിഭാഷക സെല്ലിൻ്റെ നേതാവ് രഞ്ജിത്ത് കാർത്തികേയനുമായി ചേർന്ന് കിഫ്ബിക്കെതിരെ 2 തവണ ഹൈക്കോടതിയിൽ പോയി. ആ 2 തവണയും കുഴൽനാടനെ കോടതി ഓടിച്ചു. ഇതിനൊക്കെ പുറമെ സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ അന്വേഷണവും നേരിടുന്നു. ഇയാൾക്കാണ് മാധ്യമങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ സമയം കൊടുക്കുന്നത്. പണ്ടിതേപോലെ ഒരാൾ ചാനലിൽ വന്ന് ഇതേപോലെ ഓരോന്ന് പറയുമായിരുന്നു. രേഖ ചോദിച്ചാൽ കൈരേഖ കാണിക്കും. അയാളിപ്പോൾ ആ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്.